soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി മനസ്സിൽ വരുന്നത് ഒരു ആർദ്രതയുള്ള ഇടയൻ എന്നുള്ളതാണ്. മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് ചെന്നെത്തുന്ന ഒരു നല്ല ഇടയൻ. ആ ഇടയൻ ഒരു ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങളുടെ പിന്നാലെ പോകുന്നവനല്ല, മറിച്ച് വ്യക്തിപരമായിട്ട് മനുഷ്യനെ കാണുന്ന, അവൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ചെവിയുള്ള, അവൻ്റെ വേദനയിലേക്ക് കണ്ണ് നടുന്ന ഒരു നല്ല ഇടയൻ. മാർപ്പാപ്പ എന്നുള്ളൊരു സ്ഥാനം, അതിൻ്റെ ഗരിമ, അതിൻ്റെ കുലീനത, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ചിട്ടവട്ടങ്ങൾക്കൊക്കെ അപ്പുറം മാർപ്പാപ്പ പോകുന്നുണ്ട്. അതൊരു ചായക്കോപ്പയിൽ ഉള്ള ചായ ഒരു കപ്പിലൊഴിച്ച് വെച്ച് സ്വിസ് ഗാർഡിന് ഒരു മനുഷ്യൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് ഭയങ്കര വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബാഗും തൂക്കി പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ നടന്നു പോകുന്ന ഒരു രാഷ്ട്രത്തലവൻ, അതെന്തൊരു വ്യത്യാസം ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് മനസ്സിലേക്ക് വളരെ ആർദ്രമായിട്ട് കയറി വരുന്നത് ഈ തലയിൽ നിറയെ മുഴകളുള്ള ഒരു മനുഷ്യൻ, ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് വെറുപ്പുളവാക്കുന്ന, അറപ്പുളവാക്കുന്ന ഒരു രൂപമാണ്. ആ രൂപത്തെ വേണമെങ്കിൽ തൊട്ടനുഗ്രഹിച്ച് മാർപ്പാപ്പയ്ക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ മാർപ്പാപ്പ അതല്ല ചെയ്തത്. അവിടെ നിന്നിട്ട് ഈ മകനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ഈ വൈകൃതത്തിലേക്ക് മുഖം കുനിച്ച് അതിനെ ചുംബിക്കുന്ന മാർപ്പാപ്പയാണ്. അവിടെയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. ഇതൊരു ഷോയല്ല, ഇതൊരു PR വർക്കല്ല. PR വർക്ക് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അതിലേക്ക് എങ്ങനെയാണ് മാർപ്പാപ്പ ശരിക്കും ബെർഗോളി എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് പോപ്പ് ഫ്രാൻസിസിലേക്ക് ചെറിയ ദൂരമുണ്ട്. ആ ദൂരം അദ്ദേഹം താണ്ടി. അത് ഒരുപക്ഷെ അർജൻറ്റീനയുടെ സാഹചര്യത്തിൽ ഒരു ഭരണകൂട ഭീകരത നടമാടിയിരുന്നൊരു സമയത്ത് ഭരണകൂടത്തോടൊപ്പം നിൽക്കുകയും ഒന്ന് രണ്ട് അച്ഛന്മാരുടെ മരണത്തിന് പോലും ഇടയാക്കത്തക്ക വിധത്തിൽ തീരുമാനങ്ങളെടുക്കുകയും അതിനെ പ്രതി വല്ലാതെ ഒറ്റപ്പെടുകയും ശിക്ഷകൾക്ക് ഏറ്റുവാങ്ങുകയും ചെയ്ത മനുഷ്യനാണ് ബെർഗോളിയോ, ഈശ്വസഭ വൈദികനായിരിക്കെ. അതിൽ നിന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഈ ഭരണകൂടത്തോട് ചാഞ്ഞു നിന്നിരുന്ന മനുഷ്യൻ പെട്ടെന്ന് മനുഷ്യപക്ഷത്തേക്ക് ചാഞ്ഞിരുന്നിട്ട്, ഒരുപക്ഷെ നമ്മളൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. മെത്രാനാവുന്നതോടുകൂടി പിന്നെ ഭരണകൂടത്തോട് ചാഞ്ഞിരിക്കുകയും, അല്ലെങ്കിൽ മാർപ്പാപ്പയായ പിന്നെ ലോക നേതാക്കൾക്കൊപ്പം മാത്രം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിന് പകരം ഇപ്പോൾ മാർപ്പാപ്പ ചെയ്തത് നേരെ ഓപ്പോസിറ്റാണ്. മെത്രാനായതോടുകൂടി അദ്ദേഹം ഭരണകൂടങ്ങളെ കൃത്യമായി വിമർശിക്കാനും മനുഷ്യപക്ഷത്തോട് ചാഞ്ഞിരിക്കാനും ആരംഭിച്ചു. അങ്ങനെ മാറാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന മാറ്റത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാറ്റത്തിന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാർപ്പാപ്പയുടെ ഈ അവസാന കാലഘട്ടങ്ങളിൽ പോലും ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കാനും പുടിനോട് യുദ്ധം നിർത്താനൊക്കെ പറയാനായിട്ട് അദ്ദേഹത്തിന് ആർജവത്തോടുകൂടി സാധിച്ചു. കാരണം ആ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യൻ മാറുകയാണ്. അങ്ങനെ എല്ലാ മനുഷ്യർക്കും മാറാൻ പറ്റുമെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് LGBTQയുടെ ഒക്കെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഞാൻ ആരാണ് അവരെ വിധിക്കാനെന്ന് വളരെ ഓപ്പണായിട്ട് മാർപ്പാപ്പ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് കുർബാന സ്വീകരിക്കാൻ വരണ്ട എന്നൊക്കെ പറയരുത് എന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ത്രീയെ നേരിട്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ മാമോദിസ മുക്കി തരാൻ കൊച്ചിനെ എന്ന് പറയുന്നതൊക്കെ അതെന്തൊരു വ്യത്യാസം ഉണ്ടാക്കുന്നത്.
ആളുകളെ വല്ലാതെ വലയ്ക്കരുത്, പ്രത്യേകിച്ച് വിവാഹം ഒരു ജയിലല്ലെന്നൊക്കെ മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് വലിയ വലിയ ജഡ്ജിമാരോട്, അതുവരെ നമ്മുടെ വിവാഹ കോടതികളിലെ ജഡ്ജിമാരൊക്കെ അതിക്രൂരമായിട്ട് തന്നെ ഒരുപക്ഷെ ആളുകളോട് പെരുമാറിയിരുന്നൊരു കാലഘട്ടത്തിൽ മാർപ്പാപ്പ വളരെ പ്ലെയിനായിട്ട് പറയുകയാണ്, നിങ്ങൾ അത്രയും ക്രൂരരാകരുത്, മനുഷ്യരോട് ഇതിനെ കാണണം, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുതെന്നൊക്കെ പച്ചയായിട്ട് പറയുകയാണ്. ഈ അഭയാർത്ഥികളുടെ കാര്യം വരുമ്പോഴാണ് മാർപ്പാപ്പയുടെ ഒരു ശരിക്കുള്ള ആർജവം നമുക്ക് മനസ്സിലാകുന്നത്. ജനക്കൂട്ടം മുഴുവൻ പറയുകയാണ് അഭയാർത്ഥികളെ കയറ്റരുത്, ലോകം മുഴുവൻ പറയുകയാണ് അഭയാർത്ഥികളെ സ്വീകരിക്കരുത്. വളരെ ഒറ്റപ്പെട്ട ശബ്ദമാണത്, വല്ലാതെ ഒറ്റപ്പെട്ട ശബ്ദമാണ് അവരെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി വത്തിക്കാൻ്റെ വാതിലുകൾ തുറന്നിടണം, ആരും പട്ടിണി കിടന്ന് മരിക്കരുത്, ഇവിടെ ഈ തെരുവിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണ് ഉത്തരവാദി എന്ന് പറയാനുള്ള ഒരു ആർജവം. മനുഷ്യർ അഭയാർത്ഥികളായാലും അവർ മനുഷ്യർ തന്നെയാണ്. ഈ ആരാണ് രാജ്യത്തിൻ്റെ അതിരുകളിൽ വരയ്ക്കുന്ന വരകളൊക്കെ വരച്ചത്? അതൊക്കെ മാറിപ്പോണ വരകളാണ്. അതുകൊണ്ട് അഭയാർത്ഥികളാകുക എന്നുള്ളത് അത് ഭീകരമായൊരു പാപമൊന്നുമല്ല. അവർ മനുഷ്യരാണെന്നും ഒരാളെയും വെറുക്കരുതെന്നും, വെറുക്കുന്നവൻ കൊലപാതകിയാണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ളത്. വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അങ്ങനെ കൊലപാതകത്തിന് കൂട്ടുനിൽക്കാതെ ഒരുപക്ഷെ മുതലാളിത്തത്തെ അതിശക്തമായിട്ടും നിശിതമായിട്ടും വിമർശിച്ച ഒരു മനുഷ്യസ്നേഹിയാണ് മാർപ്പാപ്പ ഫ്രാൻസിസ്. പേര് അനർത്ഥമാക്കുന്നത് പോലെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോൾ പോലും അദ്ദേഹം ഗാസയിലെ ഏറ്റവും സാധാരണക്കാരായ കുഞ്ഞുങ്ങളായ മുസ്ലിങ്ങളായ മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ട ഒരു പാപ്പ. അത് ആർജവത്വത്തിൻ്റെ മകുടോദാഹരണമാണ്. അന്യമത വിദ്വേഷം വളരെ കലുഷിതമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരെയും ജാതിയായിട്ട് തിരിച്ച്, സമുദായമായിട്ട് തിരിച്ച്, അന്യമതസ്ഥരായിട്ടൊക്കെ തിരിച്ച് മനുഷ്യരെ ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റിലാക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് ഒരു വിനോദമായിട്ടെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാർപ്പാപ്പ പറയുന്ന എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതിനുവേണ്ടി അദ്ദേഹം കാണിച്ച സിമ്പിളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാല് കഴുകുക എന്നുള്ളതായിരുന്നു. ആരുടെ കാല്? ആ കാല് തടവുകാരുടെ കാല്, സ്ത്രീകളുടെ കാല്, അന്യമതസ്ഥരുടെ കാല്. മുസ്ലിമായ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ കാല് കഴുകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മാർപ്പാപ്പ ലോകത്തോട് വാക്കുകൊണ്ടല്ല പറഞ്ഞത്, പ്രവൃത്തി കൊണ്ട് പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹം വാക്കുകൊണ്ടല്ല അമ്മാനാടിയത്, തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ പ്രവൃത്തി കൊണ്ട്, തൻ്റെ നിലപാട് കൊണ്ട്, തൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം ആണെന്ന് ലോകത്തെ കൃത്യമായിട്ട് ധരിപ്പിച്ചിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് ഈ ലോകത്തോട് വിടവാങ്ങുന്നത്.